കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL 11 സീസണിലെ ഫുൾ സ്ക്വാഡാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഗോൾ കീപ്പേഴ്സായിട്ട് ടീമിലുള്ളത് നോറ ഫെർണാണ്ടസ്, സച്ചിൻ സുരേഷ്, സോം കുമാർ എന്നീ താരങ്ങളാണ്. ഡിഫൻഡേഴ്സായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ടാവുക ഐബൻ ദുഹലിംഗ്, അലക്സാണ്ടർ ഗൊയ്ഫ്, ഹൊർമിപം റോയിവ, മിലോസ് ഡ്രിൻസിച്ച്, നവോച്ച സിംഗ്, പ്രബീർ ദാസ്, പ്രീതം കോട്ടാൽ, സന്ദീപ് സിംഗ്, സഹീഫ് എന്നീ താരങ്ങളാണ് ഡിഫൻഡേഴ്സായിട്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത്. ഐബൻ ദുഹലിംഗിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് താരത്തിന് കളിക്കാൻ സാധിച്ചത്. അലക്സാണ്ടർ ഗൊയ്ഫ് ആവട്ടെ ഈ ഒരു സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിഫൻഡറാണ്. ഹൊർമിപം കഴിഞ്ഞ സീസണിൽ കുഴപ്പമില്ലാത്തൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മിലോസ് ആവട്ടെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്. നവോച്ച സിംഗ് ആവട്ടെ കഴിഞ്ഞ സീസണിൽ മികച്ച ഫോമിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രബീർ ദാസ് ആവട്ടെ ISL 10 സീസണിൽ ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ താരത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ പോലും താരം കളിച്ചിരുന്നില്ല. പ്രീതം കോട്ടാലാവട്ടെ ഈ കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിരുന്നത്. സന്ദീപ് സിംഗും നിലവിൽ മികച്ച ഫോമിൽ തന്നെയാണ് ഉള്ളത്. മാത്രമല്ല ഡിഫൻഡറായിട്ട് കളിക്കുന്ന സഹീഫ് കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ ഒരുപാട് ഗോളുകൾ നേടാനായിട്ട് താരത്തിന് സാധിച്ചിട്ടുണ്ട്. ഡിഫൻസിലും മികച്ചതായി തന്നെ സഹീഫ് കളിച്ചിരുന്നു. ഇനി മിഡ്ഫീൽഡേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണ, ബ്രൈസ് മിറാണ്ട ഈ ഒരു സീസണിൽ താരത്തിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനിഷ് ഫറൂഖ്, ഫ്രെഡി, മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസർ എന്നീ താരങ്ങളെല്ലാം ഡ്യൂറന്റ് കപ്പിൽ കുഴപ്പമില്ലാത്തൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. വിപിൻ മോഹനൻ, ലാൽത്തൻ മാവിയ, സൗരവ് മണ്ഡൽ, ലുഹിൻബ മേട്ടെ എന്നീ താരങ്ങളും മിഡ്ഫീൽഡേഴ്സായിട്ട് ടീമിലുണ്ട്. വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡും ശക്തമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളും അതുപോലെ തന്നെ നിരവധി യുവതാരങ്ങളും നിറഞ്ഞൊരു മിഡ്ഫീൽഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. ഫോർവേഡുകളായിട്ട് ഇശാൻ മണിത പ്രീ സീസണിലെല്ലാം മികച്ചതായി തന്നെ കളിച്ചിരുന്നു. വാമി വെപ്പറയാവട്ടെ ഡ്യൂറന്റ് കപ്പിൽ നിരവധി ഗോളുകൾ നേടാനായിട്ട് താരത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നോവ സദാബി, രാഹുൽ KB, ശ്രീകുട്ടൻ MS, ജീസസ് ലിമിനസ് എന്നീ താരങ്ങളും ഫോർവേഡുകളായിട്ട് ടീമിലുണ്ടാകും. ഈ താരങ്ങളെല്ലാമാണ് വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലുള്ളത്. വരുന്ന 15-ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് കളത്തിലിറങ്ങുകയാണ്. പഞ്ചാബ് FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സ്ക്വാഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.